വടകര ദേശീയപാതയിൽ വടകര മാഹി മുക്കാളി ദേശീയപാതയിൽ കംപ്ലീറ്റ് റോഡിൻ്റെ 6 വരി പാത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സോയിൽ നെയ്ജ് ചെയ്ത ഭാഗം കംപ്ലീറ്റ് പൊളിഞ്ഞ് താഴെ വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം 3 മണിയായി. ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്ക്, അതേ ട്രാഫിക് കുരുക്ക് അത് നല്ല രീതിയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രാഫിക് ബ്ലോക്ക് പരിഹാരമാകാതെ ദേശീയപാതയിൽ വമ്പിച്ച ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലുപരി ഈ ദേശീയപാതയിൽ ഈ സോയിൽ നെയിലിംഗ് ചെയ്തിരിക്കുന്ന പ്രദേശമൊക്കെ നേരത്തെ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള പ്രദേശമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മണ്ണ് കംപ്ലീറ്റ് പൊടി മണ്ണാണ്, ചേടി മണ്ണിൻ്റെ മുകളിലാണ് ഈ സോയിൽ നെയിലിംഗ് ചെയ്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പിയൊക്കെ അടിച്ച് നെറ്റൊക്കെ അടിച്ചുകൊണ്ട് സോയിൽ നെയിലിംഗ് ചെയ്തതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഏകദേശം 4ഓളം വീടുകൾ ഇതിൻ്റെ മുകളിലുണ്ട്. ആ വീടുകളൊക്കെ ഇപ്പോൾ നിലവിൽ സുരക്ഷാ ഭീഷണിയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഈ ഒരു വർക്ക് ഈ ഒരു വർക്ക് എടുക്കുന്ന സമയത്ത് സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗങ്ങളൊക്കെ താഴെ വരാൻ അങ്ങേയറ്റ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ വാഗാട് വർക്ക് എടുക്കുന്ന സമയത്തും ഇവിടെ NHI മോണിറ്ററിംഗ്, ദേശീയപാതയുടെ വർക്കിൻ്റെ മോണിറ്ററിംഗ് അതോറിറ്റി അത് കൃത്യമായി മോണിറ്റർ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അപകടം, ദുരന്തമുണ്ടായത് എന്ന് നമുക്ക് തീർത്തും പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ പൊടി മണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ സോയിൽ നെയിലിംഗ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ പോലും ഏറെ കാലം നിലനിൽക്കില്ല എന്ന് നമ്മൾ സാധാരണക്കാരെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എൻജിനീയേഴ്സിനും അതോടൊപ്പം തന്നെ മറ്റുള്ള NHI അതോറിറ്റിക്ക് മനസ്സിലായില്ല എന്നത് കാര്യം അങ്ങേയറ്റം വളരെ അത്ഭുതം സൃഷ്ടിക്കുന്നത് തന്നെയാണ്. എന്നാലും ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇടിഞ്ഞു പൊളിയുന്നതും അതോടൊപ്പം തന്നെ ചോർച്ചയുമാണ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മളെ കേരളത്തിലും ആ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശക്തമായ NHIയുടെ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതൊക്കെ ഇത്തരത്തിലുള്ള വർക്കുകൾ എടുക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ സുരക്ഷിതമാണോ, ഈ രീതിയിൽ വർക്ക് എടുക്കുന്ന സമയത്ത് ഇത് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ, ഇതിന് വാളിന് ബലക്ഷയമുണ്ടോ, മണ്ണ് അതിന് പറ്റിയ സോയിൽ നെയിലിംഗ് ചെയ്യാൻ പറ്റിയ മണ്ണാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടത്, ശാസ്ത്രീയമായി പരിശോധിക്കേണ്ടതും അതിനുശേഷം ഇത്തരത്തിലുള്ള വർക്കുകൾക്ക് പെർമിഷനൊക്കെ കൊടുക്കാനാണ് ഒരു മോണിറ്ററിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് NHI ഉള്ളത്. ആ NHI കൃത്യമായും ഈ സമയത്ത് മോണിറ്റർ ചെയ്തുകൊണ്ട് ഇത് സുരക്ഷാ പരിശോധനയൊന്നും നടത്തിയില്ല, മണ്ണിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയില്ല. മണ്ണിൻ്റെ ടെസ്റ്റല്ല ഈ ടെസ്റ്റ്, ഇത് നമുക്ക് കണ്ട് നമ്മൾ സാധാരണ രീതിയിൽ കിണറൊക്കെ കുഴിക്കുന്ന സമയത്ത് താഴ്ഭാഗങ്ങളിൽ ഇതേപോലെയുള്ള ചേടി മണ്ണുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെങ്കല്ല് കൊണ്ട് കെട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിൽ നടക്കാറ്. ആ ഒരു സംഭവം പോലെ ഈ വിഷയത്തിൽ നടന്നില്ല എന്നത് തന്നെയാണ് ദേശീയപാതയിൽ ഇത്തരം സംഭവ വികാസങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടാകാൻ കാരണം. ഇപ്പോഴും ഈ ഭാഗത്ത് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ ഇത്രയും ഭാഗം ഇടിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ വീടൊക്കെ ഉണ്ട്. ആ വീട്ടിൽ കൂടുതൽ ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. എന്തായാലും വീട്ടിൽ കൂടാത്തത് ഭാഗ്യം. കാരണം വീട്ടിൽ കൂടിയിട്ടുണ്ട്. ഒരു പക്ഷേ അന്നത്തെ ദിവസം ഇന്നൊക്കെയാണ് വീട്ടിൽ കൂടെ മൊത്തം ആളുകൾ കൂടി താഴോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണിത്.